മാങ്ങ മുളക് കറിയാണ് വെക്കാൻ പോണത്. അതിലേക്ക് വേണ്ട ചേരുവകൾ: മാങ്ങ, ഉള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, കുറച്ച് പച്ചമുളക്, വറ്റൽമുളക്, ഉപ്പ് പൊടി, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ. ചട്ടി അടപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2-3 വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. വേപ്പില, അരിഞ്ഞു വെച്ച ഉള്ളിയും ഇതിലേക്കിടാം. ഒരു വാളം ഉള്ളി എടുത്തിട്ട് അരിഞ്ഞ് ഇടണം. ഒരു ടീസ്പൂണ് മുളക് പൊടി ഒന്ന് ഇളക്കി കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ കുത്ത് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്, അതും ഒന്ന് ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാണ്. അതൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ മസാലയൊക്കെ നമുക്ക് ഒന്ന് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മാങ്ങ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു ഗ്രേവി സെറ്റാവാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് തീ കൂട്ടിയിട്ട് തിളപ്പിക്കണം. മാങ്ങക്ക് പുളി നോക്കിയിട്ട് അതിനാവശ്യത്തിന് ഉപ്പിടണം. നന്നായി തിളക്കുന്നത് വരെ ഫ്ലെയിം കൂട്ടിയിട്ട് വേവിക്കണം. തിളച്ച് നന്നായി മറിയുമ്പോൾ തീ കുറച്ചിട്ടിട്ട് വേവിക്കാം. ഇത് നന്നായി തിളച്ച് വറ്റിയിട്ടുണ്ട്. മാങ്ങയൊക്കെ വെന്ത് നല്ല കുമ്പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇതിനെ കോഴിക്കോടൻ രീതിയിൽ അവർ കടുമാങ്ങ വെച്ചതെന്നാ പറയാം. എൻ്റെ ഒരു റിലേഷൻ കോഴിക്കോടുണ്ട്. അവർ വെക്കുന്ന രീതി ഇങ്ങനെയാണ്. അവർ രാവിലത്തെ ചായയുടെ കടിക്ക് പോലും ഈ കറി കൂട്ടി കഴിക്കും. നമ്മളിവിടെ തൃശ്ശൂർ പറയുന്നത് മാങ്ങ മുളകിട്ടെന്ന. ഈ കറി ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്നത്തേക്കാൾ ടേസ്റ്റ് നാളേക്ക് ആയിരിക്കും. അതായത് മാങ്ങയുടെ പുളിയും നമ്മളിട്ട മുളക്, മഞ്ഞൾ, ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിലിരിക്കും. ഇത് കൂട്ടി ചോറ് നന്നായി കഴിക്കാൻ പറ്റും. മാങ്ങ മുളകിട്ടത് നമുക്കൊരു ഡിഷിലേക്ക് മാറ്റാം.